ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചെറുപഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ്. ഏത് പഴത്തിൽ വേണമെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. എങ്കിലും കൂടുതൽ ടേസ്റ്റ് ചെറുപഴത്തിൽ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിതിനായിട്ട് എടുത്തിട്ടുള്ളത് 2 പാളയംകോടൻ പഴമാണ്. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു സ്വീറ്റിന്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരം വേണം. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ആ ഒരു മധുരത്തിന്റെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാൽ മതി എന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ പഞ്ചസാരയുടെ അളവ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. മധുരം ഓരോരുത്തർക്കും എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച്. ഇനി ഇതൊന്ന് അരച്ച് മാറ്റി വെച്ചിരിക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് വറുത്ത റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിലുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങ ചിരകിയതാണ് വേണ്ടത്. ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് ചിരകി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അരച്ചു വെച്ചിരുന്ന ആ ഒരു ചെറുപഴത്തിന്റെ മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതിന്റെ ആ ഒരു നനവ് ഇതിൽ പോരാതെ വരും. ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പോരാതെ വരുന്നുണ്ടെന്ന് തോന്നുന്ന സമയത്ത് മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതാ നല്ല ടൈറ്റ് ആയിട്ട് കുഴയ്ക്കാൻ പറ്റാത്ത പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ട് അതിന്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല, ഘട്ടം ഘട്ടമായിട്ട് ചെയ്തെടുക്കാം. അതാണ് നല്ലത്. കാരണം ഈ ഒരു മാവ് ഒരുപാട് അങ്ങ് ലൂസ് ആവരുത്, കുറച്ച് ടൈറ്റിൽ വേണം ഇരിക്കാനായിട്ട്. ഇപ്പൊ ഇതിന്റെ വെള്ളം ഒഴിച്ചു കൊടുത്തത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ഇതാണ് ഈ ഒരു മാവിന്റെ കറക്റ്റ് പരുവം. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദാ ഈ ഒരു ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് അതിന്റെ ബാക്ക് വശം ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കറക്റ്റ് ലൈൻ ഇട്ട് കൊടുക്കുക. ഇതാവുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ കാണുന്നുണ്ടെങ്കിലും വീട്ടിലുള്ള പിള്ളേർക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അവർ നല്ല കൗതുകത്തോടു കൂടി മേടിച്ച് കഴിക്കും. ഇപ്പോൾ ഇതാ ഒരെണ്ണം റെഡിയാക്കി എടുത്തു. ഇനി അടുത്തതായിട്ട് ഒന്നുകൂടി തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവ് എടുത്തു. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഉള്ളങ്കയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്പൂണിന്റെ ബാക്ക് വശം വെച്ചിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഒരു ഭാഗം കൂടി വെന്തതിന് ശേഷം പിന്നെ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ്. ഒരേ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം, എങ്കിലേ എല്ലാം ഒരേപോലെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ദാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി പലഹാരം റെഡിയായി കിട്ടി. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.